നടൻ സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. അത് എന്തൊക്കെയാണ് കൂടുതൽ തെളിവുകൾ? അതായത് ബലമായി പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈംഗിക ആരോപണം തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഒക്കെ തെളിവുകൾ ലഭിച്ചു. അതുപോലെ തന്നെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ആ യുവതിയുടെ ഫ്രണ്ടിൽ നിന്ന് യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ ഫുഡ് കഴിക്കിരുന്നിട്ട്. ആ ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റ് ആണ്. ആ ഫുഡിന്റെ പേര് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ തെളിവ് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ വാർത്തയിലേക്ക് പോകാം. ഓക്കെ. അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്ന് അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് മസ്കത്ത് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. പ്രത്യേക സംഘത്തിൽ ലഭിച്ചത് പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ. 101D നമ്പർ മുറിയിൽ വെച്ച പീഡനം നടന്നു എന്നായിരുന്നു യുവതിയുടെ മൊഴി. ഗ്ലാസ് ജനലിന്റെ കർട്ടൻ മാറ്റി നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചതെന്ന മൊഴി മൂവരും ശരിവച്ചു. ജനുവരി 27 രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് 5 മണി വരെ ഹോട്ടലുണ്ടായിരുന്നുവെന്ന ഹോട്ടൽ രേഖയിൽ നിന്നും തെളിഞ്ഞു. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ്. ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരിവെക്കുന്ന ഹോട്ടൽ ബിൽ കണ്ടെത്തി. ലൈംഗിക അതായത് ആ ഫുഡ് വരെ ഏതാണെന്നുള്ളത് കറക്റ്റ് അതേ ഡേറ്റുകളിൽ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം 5 മണിക്കാണ് വെക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഏത് ഫുഡാണ് കഴിച്ചത്? ചോറും തൈരും മീൻകറിയാണ് സിദ്ദിഖ് ഓർഡർ ചെയ്തിരുന്നത്. ഇതെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം സിദ്ദിഖ് ഏകദേശം കുടുങ്ങാറായി. ഇത് കൂടാതെ വേറൊരു ഈ ന്യൂസിന്റെ ബാക്കിയൊന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ യുവതി ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. ആണോ? ഏത് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ചികിത്സ അതിന്റെ ഹോസ്പിറ്റൽ ബില്ലും എല്ലാം കറക്റ്റ് ആണ്. അതെ. അപ്പൊ എന്തായാലും കൂടുതൽ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉടനെ സിദ്ദിഖിനെ പൂട്ട് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർവതി നായർ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. അറിയാം, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഒരുപാട് സിനിമകളുണ്ട്. നീക്കോ ഞാച്ച അങ്ങനെ കുറെ സിനിമകളുണ്ട്. അപ്പൊ പുള്ളിക്കാരി അവിടുത്തെ ഒരു വേലക്കാരനെ കുടുക്കിയ ഒരു കഥയാണ്. നമുക്ക് ഏതെങ്കിലും ആ ന്യൂസിലേക്ക് നേരിട്ടൊന്ന് പോകാം അല്ലേ? വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടമായെന്ന് കാണിച്ച് 2022 ഒക്ടോബറിൽ പാർവതി നായർ ചെന്നൈ നുങ്കമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നിടത്താണ് സംഭവങ്ങളുടെ തുടക്കം. നുങ്കമ്പാക്കത്തെ തന്റെ വീട്ടിൽ നിന്ന് 9 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയുടെ ഐഫോണും 2 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പും കാണാതായെന്നും വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്ന യുവാവിനെ സംശയമുണ്ടെന്നുമായിരുന്നു പരാതി. പിന്നാലെ നടിയും സഹായികളും മർദ്ദിച്ചെന്ന് കാണിച്ച് സുഭാഷ് പോലീസിൽ പരാതി നൽകി. നടിയുടെ ചില സൗഹൃദങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തെന്നും സുഭാഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പരാതിയിൽ നടപടിയില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം സുഭാഷ് സൈതാപ്പേട്ട് കോടതിയിൽ ഹർജി നൽകി. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസ് പാർവതിക്കും 7 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. നഷ്ടമായ പണം വീണ്ടെടുക്കാൻ നിയമവഴി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂവെന്നും സുഭാഷിനോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും പാർവതി പറയുന്നു. പോപ്പിൻസ്, യക്ഷി, നീക്കോ, ഞാച്ച, ജെയിംസ് ആൻഡ് ആലീസ് തുടങ്ങിയ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പാർവതി നായർ അടുത്തിടെ ഹിറ്റായ വിജയ് ചിത്രം ഗോട്ടിന്റെയും ഭാഗമായിരുന്നു. ഗോട്ടിനകത്തുണ്ടായിരുന്നു വിജയുടെ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വേലക്കാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സംശയം ഉണ്ടെന്ന് വേണ്ടല്ലേ കേസ് കൊടുത്തത്. പിന്നെ മുഖത്ത് തുപ്പി ക്രൂരമായി മർദ്ദിച്ചു. എന്തിനാണ്? അതായത് ഈ നടിക്ക് ഒരു സൗഹൃദങ്ങൾ ചിലത് അതെ അത് പുള്ളിക്കാരൻ കണ്ടെത്തി അല്ലേ? അതാണ് മർദ്ദിക്കാൻ കാരണം എന്നാണ് പറയുന്നത്. എന്തായാലും പാർവതി നായർ അതും മലയാളി അല്ലേ? എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഇവരൊക്കെ പൈസയുടെ അഹങ്കാരം കൊണ്ടാണോ ഈ ഇങ്ങനൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പിടുത്തമില്ല. അതൊക്കെ നമുക്കിത് കണ്ടറിയാം എന്തായാലും. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. ഓക്കെ, താങ്ക് യു.